ഇപ്പോൾ സജീവൻ കൂടി ചേരുന്നു. ശ്രീ സജീവൻ, നേരത്തെ ഇവിടുത്തെ വലതുപക്ഷ ശക്തികൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, കേരളത്തിലെ വ്യവസായങ്ങളെല്ലാം കൊടിപിടിച്ച് പൂട്ടിച്ചത് ഇടതുപക്ഷക്കാരാണ്, CPM-കാരാണ് എന്നൊക്കെയായിരുന്നു. ഇപ്പോൾ കേരളത്തിൻ്റെ വലിയ വ്യാവസായിക മുന്നേറ്റത്തെ ഇവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതായത് LDF സർക്കാർ ഇരിക്കുമ്പോൾ ഇത്രയും സ്റ്റാർട്ടപ്പുകൾ വരുന്നു, ഇത്രയും വ്യവസായങ്ങൾ വരുന്നു, പുതിയ പുതിയ സംരംഭങ്ങൾ വരുന്നു, വിഴിഞ്ഞം പോർട്ട് വരുന്നു, അതുപോലെ തന്നെ മലയോര ഹൈവേ വരുന്നു. അങ്ങനെ വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകുന്നത് ഇപ്പോഴും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ നമ്മുടെ കോൺഗ്രസിനും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കൾക്കും കഴിയുന്നില്ല. അതേസമയം തന്നെ ശശി തരൂരിനെ പോലെ അപൂർവം ചിലർ ഈ യാഥാർത്ഥ്യം അവർക്ക് കണ്ടില്ലെന്ന് വെക്കാനും കഴിയുന്നില്ല. സജീവൻ, ഇല്ല, ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഉൾക്കൊള്ളാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ യോജിച്ച വാക്കെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്കറിയാം ഈ കാര്യങ്ങളൊക്കെ. പക്ഷേ അത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, അത് സമ്മതിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ രാഷ്ട്രീയ ഭാവിക്ക്, തങ്ങളുടെ പാർട്ടി അധികാരത്തിൽ വരുന്നതിനോ തങ്ങളുടെ മുന്നണി അധികാരത്തിൽ വരുന്നതിനോ അത് തടസ്സമായി മാറുമെന്നുള്ള ഭയമാണ്. രണ്ട് തരത്തിലുള്ള രാഷ്ട്രീയ സമീപനങ്ങൾ ഇന്ത്യയിലുണ്ട്, പൊതുവേ ഉള്ളതാണ്. പക്ഷേ മഹാത്മാഗാന്ധിയുടെ കാലം മുതലുള്ള രണ്ട് സമീപനങ്ങളുണ്ട്. ഒന്ന്, ഗാന്ധി സ്വീകരിച്ച ഒരു മാർഗമുണ്ട്. അതായത് നല്ലതിനെ അത് ആര് ചെയ്താലും ആര് പറഞ്ഞാലും നല്ലതാണെങ്കിൽ അത് അംഗീകരിക്കുകയും അതിനെ പ്രകീർത്തിക്കുകയും ചെയ്യുക, അതിനെ അത് തുള്ളു തുറന്ന് അതിനെ അഭിനന്ദിക്കുക എന്ന് പറയുന്ന രീതി. അത് ഗാന്ധി ജീവിതത്തിലുടനീളം ചെയ്തിരുന്നതാണ്. മറ്റു പല നേതാക്കന്മാരും, കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ, അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെയുള്ള പ്രധാന കോൺഗ്രസ് നേതാക്കന്മാർ ഉൾപ്പെടെ ചെയ്തു വന്നിരുന്നത് എതിരാളികൾക്കേറെ കിട്ടാവുന്ന ആയുധം എന്താണോ അത് കൃത്യമായിട്ടും ഉപയോഗിക്കുക, എതിരാളി ചെയ്തത് ശരിയാണെങ്കിൽ പോലും സമ്മതിക്കാതിരിക്കുക. അങ്ങനെ രാഷ്ട്രീയത്തിലൂടെ നേട്ടമുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നവരാണ്. സത്യത്തിൽ നമുക്കറിയാം, ഗാന്ധി ഇങ്ങനെ എതിരാളികളെ അംഗീകരിക്കുമ്പോഴും അവർ ചെയ്ത നല്ല കാര്യങ്ങൾ പ്രകീർത്തിക്കുമ്പോഴും അഭിനന്ദിക്കുമ്പോഴും ഒക്കെ വലുതാവുന്ന ഗാന്ധിയുടെ യശസ്സാണ്. അതിനപ്പുറത്തേക്ക് എതിരാളികളുടെ യശസ് വർദ്ധിക്കുകയല്ല. അത് അംഗീകരിക്കുന്ന, നല്ലതിനെ നല്ലതായിട്ട് അംഗീകരിക്കുന്ന രാഷ്ട്രീയം അത് കുറെ കാലമായിട്ട് അന്യം നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ശശി തരൂരിലൂടെ നമ്മൾ കാണുന്നത് ആ ഗാന്ധിയൻ പാരമ്പര്യമാണ്. അതായത് ഈ ഭരിക്കുന്നത് LDF സർക്കാരാണ്. ഈ 2 ടേം തുടർച്ചയായിട്ട് ഭരണം കിട്ടിയിട്ടുള്ള LDF-നാണ്. ഇനി മൂന്നാമത്തെ ടേം ഒരുപക്ഷെ കിട്ടുമോ ഇല്ല എന്നുള്ള കാര്യത്തിൽ തങ്ങൾക്ക് സംശയമുണ്ട്. എന്നാൽ പോലും അങ്ങനെ മൂന്നാമത്തെ ടേം കിട്ടിയേക്കാം. എങ്കിലും പറയേണ്ടത് പറയുക. ഇവിടെ വ്യവസായങ്ങൾ നമുക്ക് അറിയാം. കേരളം എന്ന് പറയുന്നത് തമിഴ്നാട് പോലെയോ കർണാടക പോലെയോ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പോലെയൊക്കെ വിശാലമായിട്ടുള്ള ഭൂപ്രദേശം ഉള്ളതല്ല. വ്യവസായത്തിന് വേണ്ടത്ര സൗകര്യങ്ങൾ കുറവാണ്. കാരണം പോപ്പുലേഷൻ അത്രയധികം കൂടുതലാണ്. എന്നിട്ട് പോലും ഇവിടെ ഇപ്പൊ നമ്മൾ കേട്ടല്ലോ, ശശി തരൂർ പറയുന്നത് മാത്രമല്ല, കല്യാൺരാമൻ പറയുന്ന പോലും നമ്മൾ കേട്ടു. ഏറ്റവും ഗംഭീരമായ രൂപത്തിൽ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ഈ വ്യവസായ വികസനത്തിന് വേണ്ടി ഒരു സഹായം തരുന്നു. ഇതേപോലെ പോവുകയാണെങ്കിൽ, ഈ ഭാവിയിൽ കുറച്ചുകൂടി കാലം ഇതേ രീതി തുടരുകയാണെങ്കിൽ, ഇതേ സർക്കാർ തന്നെ ഉണ്ടാവുകയാണെങ്കിൽ കേരളം വ്യവസായ രംഗത്ത് ഇന്ത്യയിൽ ഒന്നാമതാകും. തീർച്ചയായും കഴിഞ്ഞ ദിവസം നമ്മുടെ വ്യവസായ മന്ത്രി P. രാജീവ് ഒരു ചർച്ചയിൽ ഇങ്ങനെ പറയുന്നത് കേട്ടു. കേരളത്തിൽ നിന്നൊരു വ്യവസായം പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ 1000 വ്യവസായം തുടങ്ങുന്നു, അതിൽ ഒരു 5 or 10 എണ്ണം പൂട്ടിപ്പോകുന്നു. ആ പൂട്ടിപ്പോകുന്നതിൻ്റെ എണ്ണം എടുത്ത് വാർത്ത പ്രസിദ്ധീകരിക്കാൻ നമ്മളുടെ മാധ്യമങ്ങൾ, ചില മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ കാണിക്കുന്ന ഒരു വലിയ താല്പര്യമുണ്ട്. അത് ഒരുപക്ഷെ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇത്രയും നെഗറ്റീവായി കാര്യങ്ങളെ കാണുന്ന മാധ്യമങ്ങൾ ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതായത് 1000 സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുകയാണെങ്കിൽ അതിൽ ചിലപ്പോൾ 5 or 10 എണ്ണം പൂട്ടിപ്പോയാൽ അതിൻ്റെ ശതമാന കണക്കെടുത്തിട്ട് അത് ഇവിടെ ആകെ കുഴപ്പമാണ് എന്ന് വരുത്താനുള്ള ഒരു ശ്രമം. അക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന് എല്ലാ പിന്തുണയും കൊടുക്കുകയാണ്. നമുക്കറിയാം, പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ കുറച്ച് നാളുകളായി എടുക്കുന്ന സമീപനം, കേരയിൽ വന്നാൽ എടുത്ത് കുറ്റി പിഴുത് കടലിൽ കളയും എന്നാണ് പറഞ്ഞത്. ഇന്നലെയും അദ്ദേഹത്തിൻ്റെ ഒരു സമാനമായ ഒരു പ്രസ്താവന കേട്ടു. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണം നടപ്പിലാക്കിയാൽ എടുത്ത് കടലിൽ കളയും. ഇങ്ങനെ ഈ കടലിൽ കളയുന്ന കാര്യം മാത്രം ചിന്തിക്കുന്ന ഒരു പ്രതിപക്ഷമായി നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷം മാറുന്നു. ഇത്രയും നെഗറ്റീവായി മാത്രം മുന്നോട്ട് പോകുക എന്നുള്ളതാണോ ഇവരുടെ ഒരു നയം? എത്ര കാലം ഇവർക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും സജീവൻ? അതൊരു ഫ്രസ്ട്രേഷനിൽ ഉണ്ടാവുന്ന കാര്യമാണ്. കാരണം എന്ത് കിട്ടിയാലും എന്ത് കണ്ടാലും
അത് ഭരണപക്ഷത്തിനെതിരെ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള ആയുധമാണ് എന്നുള്ള തെറ്റിദ്ധാരണയാണ് അതിന് കാരണം. ഈ പ്രതിപക്ഷ നേതാവ് പലപ്പോഴും മറ്റുള്ള നേതാക്കന്മാരെക്കാൾ കൂടുതൽ വി ഡി സതീഷിന്റെ ഭാഗത്താണ് നമ്മൾ കാണാറുള്ളത്. എന്ത് സംഭവിച്ചാലും അത് മുഖ്യമന്ത്രിയുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് പറയും മുഖ്യമന്ത്രി രാജിവെക്കണം, സർക്കാർ രാജിവെക്കണം എന്ന് പറയും. ഇവിടെ പിന്നെ കാട്ടുമൃഗങ്ങള് ആനയൊക്കെ ആളുകളെ കൊല്ലുന്ന അത് സർക്കാരിന് പോയിട്ട് പിടിച്ചു തടയാൻ പറ്റില്ലല്ലോ, ഒരു ഉത്തരവിറക്കിയിട്ട് തടയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. കുറെ വനവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളിൽ കേന്ദ്രത്തിന്റെ നയത്തിനനുസരിച്ച് മാത്രമേ പെരുമാറാൻ പറ്റുള്ളൂ, കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ പല കാര്യങ്ങളും ഇപ്പൊ മുഖ്യമന്ത്രി ഈയിടെ നടത്തിയൊരു പ്രസംഗം, അത് നമ്മുടെ താങ്കൾ പറഞ്ഞൊരു കാര്യം പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ വളച്ചൊടിച്ച ഒരു കാര്യമുണ്ട്. അതായത് മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ നയമനുസരിച്ച് ഈ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇതിന്റെ ഒരു കമ്മിറ്റി അടിയന്തരമായിട്ട് വിളിച്ചു ചേർത്ത് ആ കമ്മിറ്റി ആലോചിച്ച് തീരുമാനിച്ചൊക്കെ വേണം. ആ ഭാഗം മാത്രം എടുത്തിട്ട് മുഖ്യമന്ത്രി അങ്ങനെ പറയുകയാണെന്ന രൂപത്തിൽ ഒരു പ്രചരണം ഉണ്ടായി. ഇതൊക്കെ നമ്മുടെ ഈ പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇപ്പോഴും അവരുടെ ആ പഴയ ലെഗസിയിൽ നിന്ന് അവർക്ക് മാറാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. തങ്ങളെ എഴുതുന്നത് മാത്രമാണ് ജനം വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്നത് എന്നുള്ള ആ കാലഘട്ടമൊക്കെ പോയി. ഇപ്പോൾ സ്വതന്ത്രമായ വാർത്തകൾ എല്ലാവരിലേക്കും എത്താനുള്ള സംവിധാനം ഈ ലോകത്ത് വന്നു കഴിഞ്ഞു എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ മര്യാദയെങ്കിലും അവർ പുലർത്തേണ്ടതാണ്.